ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന് പരാതി. കഴകം ജോലികൾക്ക് നിയമിച്ച ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ബാലുവിനെ മാറ്റി നിർത്തി എന്നാണ് ആക്ഷേപം. തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇതെന്നാണ് ആരോപണം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, പരീക്ഷയൊക്കെ പാസ്സായാണ് ബാലു എന്ന യുവാവ് ജോലിയിൽ പ്രവേശിച്ചത്. പക്ഷേ ആ സമയം മുതൽ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു എന്നതല്ലേ നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരു ഭീഷണിക്ക് മുന്നിൽ ഇപ്പോൾ ദേവസ്വത്തിന് വഴങ്ങേണ്ടി വന്നു എന്ന സാഹചര്യമാണോ അശ്വിൻ? അനുജ, ഈ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷയൊക്കെ എഴുതി ഇത്തരത്തിലൊരു നിയമനം, കഴകം വിഭാഗത്തിൽ ഒരു ഈഴവന് നിയമനം നൽകുക എന്നുള്ളത് ഒരു ചരിത്ര തീരുമാനമായിരുന്നു. അങ്ങനെ ഒരു ചരിത്ര തീരുമാനത്തെയാണ് ഇപ്പോൾ 6ഓളം വരുന്ന തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇയാളൊരു ഈഴവനാണ് എന്നുള്ളൊരു കാരണത്താൽ മാത്രം അദ്ദേഹത്തിന് അമ്പലത്തിൽ പ്രവേശിക്കാനോ നിയമനം ലഭിച്ച ജോലിയിൽ കയറാനോ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. നിരന്തരമായി തന്ത്രിമാരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പെരുമാറ്റത്തെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു നീണ്ട അവധിയെടുത്ത് ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് ബാലുവിന് ഇങ്ങനെ ഒരു നിയമനം ലഭിക്കുന്നത്. കഴകം ജോലിയാണ് ഉണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ മുതലാണ് ഈ തന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായത്. തുടർന്ന് ഈ 6 തന്ത്രിമാർ ദേവസ്വത്തിന് പരാതി നൽകിയിരുന്നു, ഇങ്ങനെ ഒരു നിയമനം പാടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പിന്നീട് വാര്യർ സമാജവും ഈ തന്ത്രിമാരും അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. അതിൽ ഒരു പരാതിയും നൽകിയിരുന്നു. ആ കേസ് ഇപ്പോൾ കോടതിയിൽ തുടരുകയാണ്. അങ്ങനെ ഈ നിലവിൽ ഈ തന്ത്രവിദ്യകളിലടക്കം താന്ത്രിക ജോലികളിലടക്കം ഇവർ മാറി നിൽക്കും എന്നൊരു ഭീഷണിയും ദേവസ്വത്തിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അങ്ങനെ ആയാൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്, അതൊക്കെ മുടങ്ങുമെന്നൊരു ഒരു വേവലാതി ദേവസ്വത്തിനുമുണ്ട്. അതുകൊണ്ടാണ് നിലവിൽ അദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് മാറ്റി ഓഫീസ് ജോലികളിലേക്ക് നിയമിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഇടപെടൽ വേണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്നൊരാവശ്യം കൂടി വിവിധ സംഘടനകളടക്കം ഉയർത്തുന്നുണ്ട്. എല്ലാത്തിനുമപ്പുറം 21-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ആചാരത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ജാതി വിവേചനം നടക്കുന്നത് എന്നുള്ളത് കൂടി വിമർശന വിധേയമാകുന്നുണ്ട്. അനുജ, ഇതിൽ അശ്വിൻ, ദേവസ്വത്തിന്റെ വിശദീകരണം എന്താണ്? ഈ പരീക്ഷയൊക്കെ എഴുതി കൃത്യമായി തന്നെ ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് പരീക്ഷയിൽ പാസ്സാവുക എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് വന്ന യുവാവിനെ മാറ്റി നിർത്തേണ്ടി വന്നു എന്നുള്ളതിൽ ദേവസ്വത്തിന് നൽകാനുള്ള വിശദീകരണം എന്താണ്? നമ്മൾ ആ വിശദീകരണം തേടിയോ? നമ്മൾ ഔദ്യോഗികമായി തന്നെ വിശദീകരണം തേടിയിരുന്നു. അവരുടെ പ്രതികരണം അധികം വൈകാതെ തന്നെ വരികയും ചെയ്യും. അവർ പറയുന്നത് ഇത് സാങ്കേതികമായൊരു മാറ്റം മാത്രമാണ്, അത് അല്ലാതെ ഇത്തരത്തിൽ തന്ത്രിമാരുടെ പ്രതിഷേധത്തിൻ്റെ പേരിലുള്ള ഒരു മാറ്റമല്ല. ഓഫീസ് ജോലിയിലേക്ക് താൽക്കാലികമായി ആര്യനാട് സ്വദേശിയായ ബാലുവിനെ മാറ്റിയത് എന്നുള്ള വിശദീകരണമാണ് ദേവസ്വം നൽകുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ബാലുവിനെ അവിടെ നിയമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 6 തന്ത്രിമാർ നൽകിയ പരാതി ദേവസ്വം ബോർഡിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു സാങ്കേതികമായ മാറ്റം മാത്രമാണ് എന്നുള്ളതിനെ പൂർണ്ണമായും നമുക്ക് വിശ്വസിച്ചെടുക്കാനുമാവില്ല. എന്തായാലും എന്താണ് തുടർ തീരുമാനം? ഈ പ്രതിഷേധങ്ങളിൽ ബാലുവിന്റെ നിയമനം മരവിപ്പിക്കുമോ അതോ മറ്റു നടപടികളിലേക്ക് കർശന നിലപാട്? സാങ്കേതിക മാറ്റം എന്നുള്ളത് കൊണ്ട് എന്താകാം ഉദ്ദേശിക്കുന്നത് ദേവസ്വം? പരീക്ഷ പാസ്സായി നിയമിക്കപ്പെട്ടയാളെ പിന്നീട് സാങ്കേതിക കാരണങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അശ്വിൻ? എന്തായാലും അതിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അവരുടെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം ഒരുപക്ഷേ നിലവിൽ ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സാങ്കേതികമായ മാറ്റം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായൊരു വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത്, ഒപ്പം ഈ ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിലവിൽ ഭീഷണിക്ക് തയ്യാറായല്ല വഴങ്ങിയല്ല ഇത്തരത്തിലുള്ള മാറ്റം എന്നാണ് പറയുന്നത്. അപ്പം ഇവരുടെ ഒരു 2 വരി മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഇത് സാധാരണയായി ക്ഷേത്രത്തിൽ നടക്കുന്ന ജോലി മാറ്റം മാത്രമാണ് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ CK ഗോപിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് മറ്റെന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം എന്നുള്ളത് ഔദ്യോഗികമായ ദേവസ്വം ബോർഡ് തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഇത്തരത്തിലൊരു പരീക്ഷ അദ്ദേഹം ഒരു ബാലുവിനോട് സംസാരിക്കാൻ കഴിഞ്ഞോ അശ്വിൻ? അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്, ഈ ഇത്തരത്തിലേക്കൊരു ജോലിക്ക് നിയമനമൊക്കെ കിട്ടി വന്ന ആളാണ്. പക്ഷേ മാറ്റി നിർത്തപ്പെടുന്നു, ഓഫീസ് അറ്റൻഡറായി അദ്ദേഹത്തിനെ മാറ്റുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? നമ്മൾ ബാലുവിനെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ബാലു സംസാരിക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ നേരിടേണ്ടി വന്നത് അത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴകക്കാരനായുള്ള ജോലി ഒരു ദിവസമെങ്കിലും ബാലുവിന് ചെയ്യാൻ കഴിഞ്ഞു അശ്വിൻ? അതിനനുവദിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. നമ്മൾ ഇങ്ങനെ ഒരു ചരിത്രപരമായ നിയമനമായതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ നമ്മളിതൊരു വാർത്ത എന്നുള്ള നിലയിൽ നൽകാനായി ബാലുവിനെ സമീപിച്ചിരുന്നു. അന്ന് ബാലുവിൻ്റെ ഒരു പ്രതികരണവും നമ്മൾ
എടുത്തതാണ്. ആ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് നൽകിയതുമാണ്. ആ പ്രതികരണത്തിൽ ബാലു പറയുന്നത് ഇങ്ങനെ ഒരു നിയമനം ലഭിച്ചത് ദൈവാനുഗ്രഹമാണ്, സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നൊരു പ്രതികരണമാണ് അന്ന് ബാലുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. എന്തായാലും ആ അഭിമാനവും സന്തോഷവും ദൈവാനുഗ്രഹവും ഒന്നും ബാലുവിന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. അത്തരത്തിലൊരു വലിയ പ്രതിഷേധം ബാലുവിനെതിരെ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് ബാലു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ബാലുവിൻ്റെ പ്രതികരണം നമ്മൾ എടുത്തതുമാണ്. പക്ഷേ അത് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് അതിൽ എന്ത് വിശദീകരണം ദേവസ്വം ബോർഡിന് നൽകാനുണ്ട് എന്നതൊക്കെ നിലവിൽ അറിയേണ്ടതാണ്. എന്തായാലും ഈ നിലവിൽ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതിൻ്റെ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ വാര്യർ സമാജമൊക്കെ നൽകിയിരിക്കുന്ന പരാതി അത് കോടതിയുടെ പരിഗണനയിലാണ്. കോടതി ആ കേസ് തീർപ്പാക്കിയ ശേഷം ബാലുവിനെ തിരികെ ഈ കഴകം ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനാകുമോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്.